ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. കുറച്ച് ദിവസമായി ചുക്കിലി വണ്ണമ്പലമൊക്കെ അടിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്നിപ്പോൾ നല്ല വെയിലും നല്ല വെയിലല്ല, ചെറുതായിട്ടൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാം ഒന്ന് അടിച്ച് ചുക്കിലിയെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യും. പിന്നെ ചുക്കിലടിച്ചിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇന്നാണ് വെയിലും ഉണ്ട്, അപ്പോൾ എല്ലാം അടിച്ച് വൃത്തിയാക്കാമെന്ന് വെച്ചു. എല്ലായിടത്തും മഴ കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ. വണ്ണാമ്പല വേഗം വീടിനെല്ലാം പിടിക്കും അല്ലേ, പെട്ടെന്നാകും. നമ്മളൊരാഴ്ചയിൽ ഒന്നെങ്കിലും വെച്ച് വൃത്തിയാക്കിയില്ലേ പെട്ടെന്ന് ചുക്കിൽ പിടിക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ചുക്കിൽ പിടിക്കൽ പെട്ടെന്നാവുന്നുണ്ടല്ലേ എല്ലായിടത്തും. പിന്നെ ഈ വൈറ്റ് പെയിൻറ്റും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണും ഒരു ചുക്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ. ലൈറ്റ് ഇടുമ്പോൾ ഈ പകൽ കുഴപ്പമില്ല, രാത്രി ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കാണും. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഈ ഓട് വീടാകുമ്പോൾ അല്ലേ, അയ്യോ, എൻ്റെ വീടെല്ലാം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട് വീടായിരുന്നേ, ഓടിട്ട വീട്. അയ്യോ, അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം അങ്ങനെ ചുക്കിൽ പിടിക്കലൊന്നുമില്ല. അതെന്നെ ഭയങ്കര വല്ലാതെ ചുക്കിൽ പിടിക്കൂലേ അല്ലേ ഓട് വീട്. എന്നിട്ട് അന്നിങ്ങനെ ഈ സംഭവമൊന്നുമില്ലല്ലോ വണ്ണാമ്പലം അടിക്കാൻ. എന്നിട്ട് അമ്മ ഇങ്ങനെ ഈർക്കിലിയുടെ ചൂലുണ്ടല്ലോ, അതിങ്ങനെ കമ്പയിൽ വെച്ച് കെട്ടി അത് വെച്ചിട്ടാണ് അന്നൊക്കെ വണ്ണാമ്പലം അടിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, അപ്പം ഞാൻ അന്നേരമൊക്കെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ എന്നാ ഈ വിശേഷ ദിവസം, ക്രിസ്മസ്, ഓണം, അങ്ങനെ ഈസ്റ്റർ, വിഷു, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കര ക്ലീനിങ്ങല്ലോ. അയ്യോ, അത് ഭയങ്കര മടുത്തു പോവും. രാവിലെ തൊട്ട് വൃത്തിയാക്കിയാൽ, ഓട് വീടൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കിയാൽ അത് എത്ര പേര് കൂടിയാ അങ്ങനെ വൃത്തിയാക്കിയാലേ വൃത്തിയാവത്തുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലേ. കുറച്ച് അങ്ങനെ അധികം ആവാൻ പിന്നെ അങ്ങനെ നിൽക്കലുമില്ല. വേഗം ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിന്നെ പല്ലിയുടെ ശല്യമുണ്ട് വല്ലാതെ. അത് ഇങ്ങോട്ട് നമ്മൾ ഈ വീട്ടിലേക്ക് ആയതിന് ശേഷം ഈ പല്ലിയുടെ ശല്യം തുടങ്ങിയത്. പിന്നെ ഞാൻ തക്കടു സ്കൂളിൽ പോകുമ്പം പിന്നെ ബെഡ് ഞാൻ മടക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തിക്കൊന്നും മടക്കുകയല്ല, എങ്ങനെയെങ്കിലും ഒക്കെ മടക്കി ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മടക്കി എടുത്ത് വെക്കും. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് പിന്നെ ഞാൻ മടക്കി വെക്കും. അതവൻ കൊച്ചു പോയതിന് ശേഷം വന്നു കഴിഞ്ഞിട്ടാണ് ഞാനതെല്ലാം പിന്നെ മടക്കി വെക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, സൈഡിൽ എലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റ് ആയതുകൊണ്ടുണ്ടല്ലോ, അത് എത്ര നമ്മൾ വൃത്തിക്ക് മടക്കി വെച്ചാലും അത് വൃത്തിക്ക് ഇരിക്കുകയില്ല. പിന്നെ ഇത് കുഞ്ഞിൻ്റെ പുതപ്പാണേ, അതുമല്ല എങ്ങനെയെങ്കിലുമൊക്കെ മടക്കി വെക്കും, വൃത്തിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വന്നു കഴിയുമ്പോൾ എല്ലാം ഒന്നുകൂടെ വൃത്തിയാക്കുക. അയ്യോ, പിന്നെ ഇത് മാറിപ്പോയി കേട്ടോ. ഇത് മടക്കി വെക്കുന്നതിന് മുന്നേ ഉള്ളതായിരുന്നു. പോട്ടെ. പിന്നെ താഴെ ബെഡിൻ്റെ അടിയിൽ ഒരു ചെറിയ ബെഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലാണ് കിടക്കുന്നത്. കൊച്ചും കട്ടിലേലും കിടക്കും, ഞാൻ അതിലും കിടക്കും. കുഞ്ഞ് കുറേശ്ശെ മാറ്റി കിടത്താമെന്ന് വെച്ചിട്ട് ഇപ്പം 5ാം ക്ലാസ്സിലെത്തി. വേറെ റൂമിലൊക്കെ കിടത്തേണ്ടതായി. എന്നാലും എനിക്കങ്ങനെ ഒറ്റയ്ക്ക് കിടത്താനൊരു പേടിയാണ്. കൊച്ചിൻ്റെ റൂം കുറച്ചങ്ങോട്ട് ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പം എനിക്കങ്ങനെ ഒറ്റയ്ക്ക് കിടത്താനൊരു പേടിയാണ്. അവനും കിടക്കാനും ഒരു പേടിയാണേ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിലത്ത് കിടന്നിട്ട് അവൻ കട്ടിലേലും കിടക്കും. പയ്യെ മാറ്റണം. പിന്നെ ഞാനതെല്ലാം വൃത്തിയാക്കി അടിച്ച് വാരി കഴിഞ്ഞിട്ടെല്ലാം തുടച്ചിട്ടു. പിന്നെ വെയിൽ കണ്ടുകൊണ്ട് കുറച്ച് തുണി എടുത്തുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ തുണി ഇട്ടിട്ടുണ്ട്, അപ്പോൾ വെയിൽ പോയിട്ട് മഴ വരും. പിന്നെ എല്ലായിടും തുടച്ചു, ഫുള്ള് അടിച്ച് വാരിയിട്ട് തുടച്ചു. മോപ്പ് വെച്ചിട്ട് നല്ല വൃത്തിക്ക് തുടച്ച് എല്ലാം തുടയ്ക്കൽ. പിന്നെ ഞാൻ 2 ദിവസം കൂടുമ്പോൾ എല്ലാം തുടയ്ക്കും. അല്ല, എനിക്ക് ഭയങ്കര സമാധാനക്കേടാണ്. പാത്രം കഴുകിയിട്ട് അപ്പം കഴുകി വെക്കൽ, തുടയ്ക്കൽ, അങ്ങനത്തെ എല്ലാം എനിക്ക് ഭയങ്കര സമാധാനക്കേടാണ്. എല്ലാം അന്നേരം ചെയ്തില്ലേൽ. അതുകൊണ്ട് ഞാൻ എല്ലായിടും വേഗം തുടച്ച് വൃത്തിയാക്കുവാണേ. പിന്നെ തുടയ്ക്കൽ, പിന്നെ മുറ്റത്ത് അങ്ങനെ വീട്ടിലങ്ങനെ മണ്ണൊന്നുമില്ല. എന്നുവെച്ചാൽ ആരും ചവിട്ടിക്കയറ്റാനൊന്നുമില്ല. കൊച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും, ഇപ്പോൾ പിന്നെ അമ്മച്ചിയുള്ളതുകൊണ്ട് അമ്മച്ചിയുണ്ട്. അമ്മച്ചി പിന്നെ മുറ്റത്തൊന്നും ഇറങ്ങുകയില്ല. എൻ്റെ ആരും മണ്ണ് തേക്കാനൊന്നുമില്ല. എന്നാലും എല്ലാ ദിവസവും എനിക്ക് തുടയ്ക്കണം. എല്ലാ ദിവസവും തുടയ്ക്കില്ല കേട്ടോ, സോറി, ഒന്നരാടം തുടയ്ക്കണം. എല്ലാം തുടച്ച് വൃത്തിയാക്കി അല്ല എനിക്കൊരു സമാധാനം വരുള്ളൂ. പിന്നെ ഇപ്പം പിന്നെ ചുക്കിലിയെല്ലാം അടിച്ചായതുകൊണ്ട് എല്ലാം ഒന്ന് അടിച്ച് വാരി തുടച്ചു.
പിന്നെ ഞാൻ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ വാക്വം ചെയ്യുവേ. കൊച്ചിന് ഭയങ്കര അലർജിയാണ്, തുമ്മലുണ്ടേ. അതുകൊണ്ട് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഫുള്ള് വാക്വം ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ നാളെ വേണം എനിക്ക് ജനലും ഇതെല്ലാം തുടയ്ക്കും. വാക്വം ചെയ്താലും ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തുണി നനച്ചിട്ട് ജനലിൻ്റെ കമ്പി ഇതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കും. അങ്ങനെ എല്ലായിടും തുടച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം.